ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയിട്ട് ഈ കാര്യം പറഞ്ഞത് നമ്മൾ പ്രത്യേകം വായിക്കുന്നത്? അന്ധവിശ്വാസത്തിൻ്റെ ആളുകൾ, പ്രത്യേകിച്ച് ചില സൂഫികൾ, അവരുടെ ജൽപ്പനം ഇസ്മുല്ലാഹിൽ ആദം അത് തീർത്തും സ്വകാര്യമാണ്, പരമരഹസ്യമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ചിലർക്ക്, പ്രത്യേകക്കാർക്ക് മാത്രമാണ് അത് പ്രാപ്യം. അള്ളാഹു അവരെ മാത്രമാണ് അത് അറിയിച്ചിട്ടുള്ളത്. സൂഫി ഷെയ്ഖുമാർ തങ്ങൾ അറിഞ്ഞത് ആർക്കെങ്കിലും പകർന്നെങ്കിൽ, ആർക്കെങ്കിലും നൽകിയെങ്കിൽ അവർക്ക് മാത്രമേ ഈ ഇസ്മുൽ ആലം കൊണ്ട് തേടി നേടാനും അവസരമുള്ളൂ. ഈ സൂഫി ഷെയ്ഖുമാരാണ് ഇസ്മുല്ലാഹിൽ ആലം കൊണ്ട് ദുആയിരക്കുവാൻ അവസരമുള്ളവർ, അവകാശമുള്ളവർ. അതുകൊണ്ട് പാമരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ബഹുമാനിച്ചും ആദരിച്ചും അവർക്ക് ഖാദിമുകളായും അവർക്ക് സമർപ്പിച്ചും കഴിഞ്ഞുകൂടിയാൽ ഇസ്മുൽ ആലം വശമുള്ള ഇവർ അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അവർക്ക് വേണ്ടി തേടും. അങ്ങനെ ഇവർ പുരോഹിതന്മാരായി പാമര ജനങ്ങളെ തങ്ങളുടെ ചട്ടുകങ്ങളും തങ്ങളുടെ സേവകരുമാക്കി കൊണ്ടു നടക്കുകയാണ് ഇത്തരം സൂഫികൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പാമരന്മാരിൽ നിന്ന് അള്ളാഹു ഇസ്മുൽ ആലമിനെ മറച്ചു വെച്ചത് എന്ന് ഇത്തരം സൂഫികളോട് ചോദിച്ചാൽ, ഇസ്മുൽ ആലം കൊണ്ട് നിരർത്ഥകമായ ദുആ പാമരന്മാർ നിർവഹിക്കാതിരിക്കാൻ സൂഫി ഷെയ്ഖുമാർ അള്ളാഹുവിൻ്റെ സ്വകാര്യവും രഹസ്യവും സൂക്ഷിക്കുന്നതിൽ നിർഭയരാണ്. അതുകൊണ്ട് അള്ളാഹു പാമരന്മാരെ തൊട്ട് ഇത് വിലക്കി ഇത്തരം പ്രത്യേകക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിട്ടുകൊടുക്കുകയും കനിയുകയും ചെയ്തു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജ ഹദീസുകൾ വരെ ഈ വിഷയത്തിൽ ചിലർ നിർമ്മിച്ചിട്ടുണ്ട്. കള്ള ഹദീസുകൾ. അനസിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു എന്നാണ് ഇസ്മുല്ലാഹിൽ ആലമിനെ കുറിച്ച്. തിരുനബി അള്ളാഹുവിനോട് ഇസ്മുല്ലാഹിൽ ആലം ചോദിച്ചപ്പോൾ ജിബ്രീൽ വന്നു ഇസ്മുൽ ആലമുമായി. എങ്ങനെ? മഖ്സൂനൻ മഖ്തൂമൻ എന്നാണ്, പരസ്യമായിട്ടല്ല. പിന്നെയോ സുരക്ഷിതമായി മുദ്ര വെക്കപ്പെട്ട നിലക്ക് ജിബ്രീൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്മുല്ലാഹിൽ ആലം കൊണ്ടുവന്നു എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക്കൽ മഖ്സൂൻ. ജിബ്രീൽ ഇസ്മുല്ലാഹിൽ ആലമുമായി വന്നു. മഖ്സൂനൻ മഖ്തൂമൻ എന്നാണ്. മഖ്സൂൻ എന്ന് പറഞ്ഞാൽ ഒരു ഖസനയിൽ, മഖ്തൂമൻ എന്ന് പറഞ്ഞാൽ സീല് വെക്കപ്പെട്ട നിലക്ക്, മുദ്ര ചാർത്തപ്പെട്ട നിലക്ക്. അപ്പോൾ അതുകൊണ്ടുള്ള ദുആ എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക്കൽ മഖ്സൂനിൽ മുതഹ്ഹരിൽ മുഖദ്ദസിൽ മുബാറക് അൽ ഹയ്യിൽ ഖയ്യൂം. അള്ളാഹുവെ, സുരക്ഷിതമായ, സംശുദ്ധമായ, വിശുദ്ധമായ, അനുഗ്രഹീതമായ നിന്റെ നാമത്തെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു. ഏതാണ് ആ നാമം? അൽ ഹയ്യിൽ ഖയ്യൂം, അതാണ് നാമം. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചു എന്നാണ്, ബി അബി വ ഉമ്മി യാ റസൂലല്ലാഹ് അല്ലിംനീഹി. തിരുദൂതരെ, ഇസ്മുല്ലാഹിൽ ആലം എന്നെ പഠിപ്പിച്ചാലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറഞ്ഞു എന്നാണ്, നുഹീന അൻ തഅലീമിഹിൻ നിസാഅ വസ്സിബിയാന വസ്സുഫഹ. സ്ത്രീകളെയും കുട്ടികളെയും വിവരദോഷികളെയും ഇത് പഠിപ്പിക്കുന്നത് ഞങ്ങൾ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. വ്യാജമാണിത്, കള്ളവാർത്തയാണിത്. സൂഫികൾ വ്യാജമായി എഴുന്നള്ളിച്ച ഒരു വാർത്തയാണിത്. ഞാനിത് കൊണ്ടുവന്നത് ഇസ്മുല്ലാഹിൽ ആദം എന്ന പേരിൽ അള്ളാഹുവിന് പറയപ്പെട്ട ആ പേരിൻ്റെ വിഷയത്തിൽ പല സൂഫികളും ചൂഷകരാണ്. പാമരജനങ്ങളെ അവർ പറ്റിക്കുന്നവരാണ്. ആദർശവും ആശയവും അവരുടെ കാശുമൊക്കെ ഒരുപോലെ പിടുങ്ങാൻ അവരുടെ ഒരു വാദമാണ് അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമം ഇസ്മുല്ലാഹിൽ ആദം. അത് പാമരന്മാരിൽ നിന്ന് മറക്കപ്പെട്ടതാണ്. അത് പ്രത്യേകക്കാർക്ക് മാത്രം അള്ളാഹു കനിഞ്ഞതാണ് എന്നുള്ളത്. സൂഫികളുടെ ഒരു കഥയുണ്ട്. ഇബ്രാഹിം ബിനു അദ്ഹം വലിയ സമ്പന്നനായിരുന്നു ഒരു കാലത്ത്. പിതാവ് ഏറെ സ്വത്തും സേവകരും വാഹനങ്ങളുമൊക്കെയുള്ള ഒരാൾ. ഇബ്രാഹിം ഇബ്നു അദ്ഹമാകട്ടെ ഭൗതികാസക്തിയിൽ പിതാവിൻ്റെ സ്വത്തിൽ യഥേഷ്ടം അത് ഉപയോഗിച്ച് കഴിഞ്ഞുകൂടുന്ന അവസ്ഥ. ഒരിക്കൽ നായാട്ടിനിറങ്ങി തൻ്റെ കുതിരപ്പുറത്ത്. അങ്ങനെ നായാടുന്ന വേളയിൽ കുതിരപ്പുറത്ത് സഞ്ചരിക്കവേ ഒരു ശബ്ദം കേട്ടു എന്നാണ്. ഇബ്രാഹിം, ഇതെന്താണ് ഇങ്ങനെ ഒരു കളി ജീവിതം? ഇതിനു വേണ്ടിയാണോ താൻ സൃഷ്ടിക്കപ്പെട്ടത്? ഇതുകൊണ്ടാണോ താൻ കൽപ്പിക്കപ്പെട്ടത്? ഇതൊരു അശരീരിയായിരുന്നു. അതിൻ്റെ ഒടുക്കം അഫ ഹസിബ്തും അന്നമ ഖലഖനാകും അബസ എന്ന ആയത്തും കേട്ടു എന്നാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 115-ാം ആയത്ത്. നിങ്ങൾ വിചാരിക്കുന്നുവോ നിങ്ങളെ നാം വെറുതെ പടച്ചിട്ടിരിക്കുകയാണ് എന്ന്? എന്നിട്ട് ആ ശരീരി തുടരുന്നത്, ഇത്തഖില്ല അലൈക ബിസ്സാദ് ലിയൗമിൽ ഫാഖ. അള്ളാഹുവിനെ സൂക്ഷിച്ചോ, ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ഒരു നാൾ വരാനിരിക്കുന്നു, അവിടത്തേക്ക് പാതേയം ഒരുക്കിക്കോ. പരലോകത്തേക്കുള്ള കർമ്മങ്ങളനുഷ്ഠിക്കുവാനുള്ള ഒരു വസിയ്യത്ത് അത് കേട്ടു എന്നാണ്. അതോടുകൂടി ഇബ്രാഹിം ബിൻ അദ്ഹം തൻ്റെ വാഹനപ്പുറത്തുനിന്നിറങ്ങി ദുനിയാവിനെ തിരസ്കരിച്ചു. തൻ്റെ പിതാവിന് ആടുകളെ, മാടുകളെ, ഒട്ടകങ്ങളെ നോക്കുന്ന ഒരു ഇടയനെ കണ്ടപ്പോൾ ആ ഇടയൻ്റെ വസ്ത്രം വാങ്ങി തൻ്റെ കുതിരയെ ആ ഇടയനെ ഏൽപ്പിച്ചു. തൻ്റെ കൂടെയുള്ളതും
ആ ഇടയന് നൽകി. അങ്ങനെ ഗ്രാമീണ ജീവിതത്തിലേക്ക്, വിരക്ത ജീവിതത്തിലേക്ക് ഇബ്രാഹിം ഇബ്നു അദ്ഹം പ്രവേശിച്ചു എന്നാണ്. ഗ്രാമീണതയിൽ അലഞ്ഞു നടക്കവേ ഒരു വ്യക്തിയെ പരിചയപ്പെടുകയും ആ വ്യക്തി ഇബ്രാഹിം ഇബ്നു അദ്ഹമിന് ഇസ്മുല്ലാഹിൽ അഅ്ളം പഠിപ്പിച്ചു എന്നാണ്. അങ്ങനെ ഇബ്രാഹിം ഇബ്നു അദ്ഹം അതുകൊണ്ട് ദുആ ചെയ്തു. അങ്ങനെ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടുമുട്ടി. ഖദിർ പറഞ്ഞു, അങ്ങേ ഇസ്മുല്ലാഹിൽ അഅ്ളം പഠിപ്പിച്ചത് എൻ്റെ സഹോദരൻ ദാവൂദാണ്. ഇതൊക്കെ സൂഫികൾ കൊണ്ടു നടക്കുന്ന, പ്രചരിപ്പിക്കുന്ന കഥകളാണ്. ഏതിൻ്റെ വിഷയത്തിൽ? ഈ ഇസ്മുല്ലാഹിൽ അഅ്ളമിൻ്റെ വിഷയത്തിൽ. ഇതൊന്നും സ്ഥിരപ്പെട്ടതോ ബലപ്പെട്ടതായ നിവേദനമേ അല്ല. പക്ഷെ ഞാനിതിവിടെ ഉദ്ധരിച്ചത്, ഉണർത്തിയത്, ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന പേരിലൊരു നാമം പഠിപ്പിക്കപ്പെട്ടത്, പറയപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചത്, അത് പ്രത്യേകം ചില ആളുകൾക്ക് മാത്രമാണ്, മറ്റുള്ളവർക്കൊന്നും അത് പ്രാപ്യമല്ല എന്ന് പറഞ്ഞ് ചൂഷകരാകുന്ന ഇത്തരം ആളുകളെ നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് ഇതിൽ ഇസ്മുല്ലാഹിൽ അഅ്ളമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. തഫ്സീർ പഠനം നമ്മൾ കാര്യക്ഷമമാക്കുമ്പോൾ, അത് കൃത്യമാക്കുമ്പോൾ, വിശ്വാസപരമായ ഇത്തരം വിഷയങ്ങൾ തിരുത്തുവാനും നമുക്ക് ഉൾക്കാഴ്ചയും ശരിയും ഉണ്ടാകാനും നമുക്ക് അവസരം ഉണ്ടാകേണ്ടതുണ്ട്. അതിനാലാണ് ഞാൻ ഈ ഒരു വിഷയം ഇവിടെ പ്രത്യേകം ഉണർത്തി.